മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാമതിയാണ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. പരിശുദ്ധ അമ്മ അന്ന് നമ്മളോട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മളും മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് 6 നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടേതായുള്ള ബലഹീനതകളെ, കുറവുകളെയൊക്കെ ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈ ആരാധനാ സമയം മുഴുവനും ഈശോയെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, ദൈവരാജ്യത്തിൻ്റെ വലിയ ഉപകരണമാക്കണമേ, ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ എൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് എന്നെ പ്രാപ്തയാക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ സമയങ്ങളിൽ ഒത്തിരിയേറെ തകർന്നടിഞ്ഞ മക്കളെ ജീവിതങ്ങളാണ് ഈ ഒരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ അവസാന അത്താണിയായി ഈ ഒരു ആരാധനയെ, ദൈവാശ്രയത്തെ കാണുന്നത്. അവർക്കെല്ലാം ഈ ആരാധന ഏതെല്ലാം സമയത്ത് പങ്കെടുക്കുന്നുവോ അപ്പോഴെല്ലാം അത് അഭിഷേകമായി മാറുവാൻ, അവരോടൊക്കെ ദൈവവചനത്തിലൂടെ ഈശോ സംസാരിക്കുവാൻ, വലിയ സാന്ത്വനം ലഭിക്കുവാൻ, ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ കരുണയാകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റവും വിശ്വാസത്തോടെ ഏറ്റുകൊല്ലാം.
അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ എന്റെ ഹൃദയത്തെ സ്പർശിക്കണമേ. എന്നെ കുറിച്ചുള്ള ദൈവഹിതം പെട്ടെന്ന് സമയബന്ധിതമായി വെളിപ്പെടുത്തുവാൻ എന്നെ ആധ്യാത്മികമായി വളർത്തണമേ, ഉയർത്തണമേ. ശ്രുതികട്ടെ. വിവേചിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക ഹൃദയങ്ങളെ തുറക്കണമേ. ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ജീവന്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒരു മാനുഷികമായ ലക്ഷ്യവും ഒരു ദൈവികമായ ലക്ഷ്യവും. ഉടമ്പടി ഒരു ലൈറ്റ് വെയ്റ്റായിട്ട് പെട്ടെന്ന് ഒരു എയർ ലിഫ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത്, അതിന് നമ്മൾ സൂത്രം, ടെക്നിക്ക് എന്ന് പറയുന്നത്, ഈ ദൈവ ഇഷ്ടം കൂടുതൽ പ്രാധാന്യം ഉണ്ടാകണം. ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്, ഉടമ്പടിക്ക് 2 ലക്ഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഒരു മാനുഷിക ലക്ഷ്യം. ഇപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ മാനുഷിക ലക്ഷ്യങ്ങളുണ്ടല്ലോ അല്ലേ. വീട് അത്യാവശ്യമല്ലേ, അതിന് ഓപ്ഷനില്ലല്ലോ. വിവാഹം അത്യാവശ്യമാണ്, ഓപ്ഷനില്ല, തിരഞ്ഞെടുപ്പില്ല. ജോലി അത്യാവശ്യമാണ്, ഓപ്ഷനില്ല. അപ്പോൾ മറ്റ് ഒരു ഉപാധി സമാന്തരമില്ലാത്ത വിഷയമാണ് നമ്മുടെ ഉടമ്പടിയിൽ. അതുപോലെ സമയബന്ധിതമായി നടക്കേണ്ട കാര്യങ്ങളാണ്. മറ്റു ബാധ്യതകളില്ല, മറ്റൊരു ഓപ്ഷനില്ല, മറ്റൊരു ചാൻസ് ഇല്ല, തിരഞ്ഞെടുപ്പില്ല. പക്ഷേ സമയവുമില്ല, മറ്റൊരു തിരഞ്ഞെടുപ്പുമില്ല, പക്ഷേ സമയവുമില്ല. ഇപ്പം ജപ്തിയൊക്കെ എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണല്ലോ. വിസയും അക്കാഡമിക് കോഴ്സുകളും എല്ലാം സമയബന്ധിതമാണ്, നമുക്ക് സമയം മുമ്പില്ല വേറെ. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉടമ്പടിയുടെ പരിധി വരുന്നത്. അതാണ് എൻ്റെ മാനുഷികമായ ലക്ഷ്യമെന്ന് പറയണത്. ഇനി ഇതിന് തന്നെ മാനുഷിക ലക്ഷ്യം എന്ന് പറയുന്നത് മാനുഷികമായ നിയോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വെക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ. ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ചില വിഷയങ്ങളിൽ നമ്മൾ നിയോഗത്തിൽ വെച്ചാൽ ലിഫ്റ്റ് ചെയ്യാൻ, അത് ദൈവത്തെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിക്കാൻ ചില നിയോഗങ്ങൾക്ക് കുറേ സമയമെടുക്കും. അതിൻ്റെ കാരണം അതിൽ ദൈവത്തിന് മാർജിനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. വളരെ തന്ത്രപരമായിട്ട് വേണം ഉടമ്പടി ചെയ്യാൻ.
അല്ല ഓടി വന്ന് വല്ലതൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ യൂദാസ് പുന്നാൻ്റെ പെട്ടി കൊണ്ടുപോയി എഴുതിയിടുന്ന പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് ഇത് ഉടമ്പടി വളരെ സത്യസന്ധമായ ഒരു അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസ് പഠിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ നിയോഗം വെക്കുമ്പോൾ അതിൻ്റെ മാർജിൻ എന്താണെന്ന് നോക്കണം. എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മാർജിൻ ഇല്ലേ? അല്ലെ പിന്നെ ആരാണ് ബിസിനസ് ചെയ്യാൻ പോണത്? അപ്പം അതുപോലെ തന്നെ ഇതിനും ദൈവമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇതൊരു ആധ്യാത്മിക വിനിമയമാണല്ലോ. ഈ വിനിമയത്തിൽ മാർജിൻ എന്താണ്? അതിൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്തുള്ള ലാഭം എന്താണ്? ആ ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം? അത് വളരെ തന്ത്രപരമായിട്ട് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ദൈവത്തിൻ്റെ പ്രയോജനങ്ങളെ ഇനി മനുഷ്യന്മാരുടെ ആധ്യാത്മിക നിലവാരം അനുസരിച്ചുകൊണ്ട് ഡിസേൺമെൻറ്റ് ചെയ്യാൻ ചിലർക്ക് ഇത്തിരി സമയം മതി, ചിലർക്ക് ഒത്തിരി സമയം വേണം. അതായത് നമ്മളൊരു വിഷയം ഉടമ്പടി വെച്ചു. ആ ഉടമ്പടി വെക്കുന്ന വിഷയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്കതിന് വേറെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ലതാനും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്താണ് ദൈവത്തിന് ഇതിൻ്റെ അകത്തുള്ള പ്രയോജനം? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൻ്റെ അകത്ത് എന്താണ്? അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഒരു ഗ്യാരണ്ടി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓഫ് ഗോഡ് ഇൻ ദ കവനൻറ്റ്, ആ ഇൻറ്റൻഷൻസ് നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യണം ആദ്യം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളെ ഞാൻ അനലൈസ് ചെയ്യും. എത്ര വർഷമായി ഉടമ്പടി അമ്മ 2016 തന്നത്. ഈ കൃപാസനം എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളത് 89 അന്ന് മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുകയും കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ ഞാനെല്ലാം നിശ്ചിതമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതാണ് പെട്ടെന്ന് ക്രാക്കാകണത്, പെട്ടെന്ന് ഫയർ ആകണമെന്നൊക്കെ എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ഈ സ്പീഡ് ബൗണ്ടാകണമെങ്കിൽ, ഉടമ്പടി സ്പീഡ് ബൗണ്ടാകണമെങ്കിൽ അതിൻ്റെ അകത്ത് ആ വിനിമയത്തിലുള്ള ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ അത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു വിനിമയം നടന്നാൽ, ഇപ്പം നിനക്ക് കുട്ടി ഉണ്ടായി, ദൈവത്തിന് എന്താ പ്രയോജനം? നീ കൊച്ചിനെ മുടത്തി ഞായറാഴ്ച കുർബാനയെ മുടക്കി നടക്കും, ദൈവത്തിന് നഷ്ടമാണ് വരാൻ പോണത്. മനസ്സിലായില്ലേ? നിനക്കിപ്പോൾ 7 കൊല്ലം ഇപ്പം കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ വിഷയം എന്താണ്? കൃപാസനത്തിൻ്റെ എത്രയെത്ര പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ദൈവം ഉടമ്പടി തന്നിരിക്കുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് കടലോര കൺവെൻഷനാണ്. കടലിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിളക്കിയിരുന്നത് 90 വരെ 2000 വരെ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിയത്. വള്ളക്കാരെല്ലാം വിളിച്ചുകൂട്ടി, ബോട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി, എല്ലാ ബോട്ടിലും ഞാൻ കടലിൽ കൂടി വള്ളത്തെ പോയിട്ട് ഓരോ ബോട്ടിലും കയറി ഇറങ്ങി വെഞ്ചരിക്കുകയും ചെയ്യും. അവിടെയുള്ള കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യും. അതാണ് അന്ന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ. 2000 ആയപ്പോൾ എൻ്റെ ശുശ്രൂഷ അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് കടലിൽ നിന്ന് പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷ ഇവിടെ സ്ഥലം കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു കാറ്റാടി കമ്പ് കുഴിച്ചിട്ട് 8 കാറ്റാടി കമ്പ് അവിടെ കുഴിച്ചിട്ട് ഒരു ടർപ്പുള്ളി വലിച്ചു കിട്ടി തുടങ്ങിയ പരിപാടിയാണിത്. അത് 2000 ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അമ്മ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട, ശുശ്രൂഷ ഒന്നും വേണ്ട, മാക്സിമം ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു, മാക്സിമം. അപ്പോൾ എന്താ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോൾ അടിമോസ്റ്റാണ് ചെയ്യണത്. അല്ലാതെ അപ്പോഴുടനെ എനിക്കൊരാളെ ഒപ്പിച്ചു തന്നത്. ഞാൻ ശാന്തംപാറയിൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ആൾ, അപ്പോൾ ശാന്തംപാറയിൽ ധ്യാനം ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയണതാണ്, ഇടുക്കിയിൽ 3-5 ദിവസം ധ്യാനമാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്തൊക്കെ ആൾക്കാർ മലയിറങ്ങി വരുന്നത് എനിക്ക് പുതിയ കാഴ്ച തരുന്നത് അതൊക്കെ. അപ്പോൾ ഒരു ചേച്ചി അതിനടുത്ത് പറഞ്ഞ്, എൻ്റെ ഞങ്ങളിവിടുന്ന് കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, തിന്നാനും പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാനും എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ മലമുകളിലാണ് വീട്, ഞങ്ങൾക്ക് അവിടെ വെള്ളം ഇപ്പം കിട്ടണില്ല. അതൊരു ഡിസംബർ ആകുമ്പോൾ വെള്ളം പറ്റും, പിന്നെ മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുമ്പോൾ ഈ 4 മാസം മഴ പെയ്യണവരെ, ജൂണിൽ മഴ പെയ്യണവരെ 5 മാസത്തോളം ഇവർക്ക് ഇറങ്ങി വരണം. 200-250 മീറ്റർ മല ഇറങ്ങി വരണം. അത് അടുത്ത താഴെ അവരുടെ വീടിൻ്റെ 250 ആ മലയുടെ താഴെ
ഒരു വീട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം കോരിക്കൊണ്ട് പിന്നെ മുകളിലോട്ട് കയറണം. പെൺപിള്ളേരാണെങ്കിലൊക്കെ ഒരു 10-16 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പെൺപിള്ളേരെ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല വെള്ളം കോരാൻ വേണ്ടി. അതുകൊണ്ട് ചേച്ചി തന്നെ പോകണം. ചേച്ചി ഒരു നടുവൊടിഞ്ഞ് വെള്ളം കോരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്ത് ആൾക്കാരിപ്പോൾ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കാരണം ഇത് വിറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആരും ഇത് വാങ്ങിക്കത്തില്ല. ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പെൺപിള്ളേരെ കെട്ടാൻ ആരും വരത്തുമില്ല. അത് നിസ്സാര കാര്യമല്ല. നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും തോന്നണില്ലല്ലേ? എനിക്ക് അന്ന് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. എൻ്റെ ഒരു വിജയം തന്നെ കർത്താവ് എൻ്റെ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു വിജയം തന്നെ ആൾക്കാരുടെ വിഷയം കേൾക്കുമ്പോൾ നമുക്കും സങ്കടം വരും. അതാണ് വിഷയം. ആര് എന്ത് പറഞ്ഞാലും എനിക്കെൻ്റെ ഗ്രാവിറ്റി പെട്ടെന്ന് പിടികിട്ടും. അവരെന്തുമാത്രം അതിൻ്റെ അകത്ത് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ അപ്പം തന്നെ ഈ എന്തെല്ലാം മാർഗം ദൈവത്തിരുസന്നിധിയിൽ ഈ വ്യക്തിയുടെ കണ്ണീർ തുടക്കാൻ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനും ദൈവത്തിരുസന്നിധി നിൽക്കും. മറ്റുള്ളവരുടെ എപ്പോഴും വിഷയം എന്താ വെച്ചാൽ ഈ ഉടമ്പടിയൊക്കെ പെട്ടെന്ന് ഫയറാകാനെല്ലാം നല്ലത് വേറെ ഒരാളെ ദൈവത്തിന് മാത്രം കക്ഷി ചേർക്കരുത്. അതിൻ്റെ അകത്ത് വേറെ ഒരാളെ കൂടി വേറെ കുറേ ആൾക്കാരെ കൂടി അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കണം. അപ്പോഴാണ് ഈ ഉടമ്പടി ലിഫ്റ്റാകണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എൻ്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥനായ, അതാണ് പ്രശ്നം. അപ്പം മറ്റുള്ളവരെ കൂടി കക്ഷി ചേർക്കാതെ ഈ പ്രാർത്ഥന ലിഫ്റ്റാകത്തില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണമെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ആ വണ്ടി പുള്ളി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ക്രിസ്തുവിനെ കക്ഷി ചേർക്കണം. അപ്പം ക്രിസ്തുവിനെ കക്ഷി ചേർക്കണമെങ്കിൽ ആദ്യം ഒന്ന് യേശു ക്രിസ്തു ആണെന്ന് അറിയണം. ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ കമാൻഡോ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതിനുള്ള കമാൻഡോസിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമനാണ് പത്രോസ്. പത്രോസിനോട് ചോദിക്കും, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കറിയണമല്ലോ ഇയാൾ ആരാണെന്ന്. മറ്റുള്ളവരെന്ത് പറയണമെന്ന് പ്രശ്നമല്ല. മറ്റുള്ളവർ അങ്ങനെ പലതും പറയും. ക്രിസ്തു റെവല്യൂഷണറിയാണ്, മതാചാര്യനാണ്, അങ്ങനെ എന്തും വേണമെങ്കിലും പറയാം. സാമൂഹ്യ പ്രവർത്തകനാണ്, അധ്യാപകനാണ്, ഗുരുവാണ്, ആനകൂന്യ എന്നൊക്കെ പറയാം. ഒരു കഥയുമില്ല. ബേസിക്കായിട്ട് വാട്ട് ഈസ് ക്രിസ്തു? ഹും ഡു യു സേ ദാറ്റ് ഐ ആം? മറ്റുള്ളവർ പുസ്തകം വായിച്ചവരും കേട്ട് പറഞ്ഞവരും അല്ല. എൻ്റെ കൂടെ നടന്നിട്ടുള്ളവർ നിങ്ങൾ എന്താ പറയണത്? അതാണ് ഫോളോ മീ എന്ന് പറയണത്. അത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നിങ്ങൾ. അപ്പം നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ എന്താണ് പറയണത്? അപ്പോൾ പത്രോസ് പറയണത്, പത്രോസിനത് വെളിപാടായിട്ടാണ് കിട്ടണത്. എന്താ പറയണത്? പത്രോസ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. ക്രിസ്തു സംഭവങ്ങളിൽ എപ്പോഴും വരണ വിഷയം എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ എന്നെ മുഴുവനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു എപ്പോഴും ഒരു പഠന വിഷയമായി, അന്വേഷണ വിഷയമായി മാറണത്. പത്രോസ് പറയും, പത്രോസ് എന്താ പറയണത്? നീ ക്രിസ്തുവാണ് എന്ന് എനിക്ക് ആന്തരികമായ ബോധ്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാകാൻ വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് മുദ്ര വെച്ച് അംഗീകാര മുദ്രയുള്ള ബലിവസ്തുവാണ് നീ. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലല്ലോ. കാര്യം ദൈവത്തോടല്ലേ ചെയ്തത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരാകേണ്ട അവസ്ഥ വന്നു?
കാര്യം മനുഷ്യനോട് ചെയ്ത പാപത്താണ് നമുക്ക് പരിഹരിക്കാം. ഇപ്പം കോടതിയൊക്കെ പരിഹരിച്ചില്ലേ, വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശരി, അവന് എത്ര വയസ്സുണ്ട്, അവൻ്റെ പ്രൊഫഷൻ എന്താണ്, അവന് എത്ര മക്കളുണ്ട്, അവൻ്റെ പ്രായം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ജഡ്ജി പറയും ശരി എന്നാൽ 5 ലക്ഷം രൂപ കൊടുക്ക്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുക്കാൻ പറയും. മനുഷ്യനോട് ചെയ്ത അപരാധത്തിന് കോടതി പരിഹാരമുണ്ട്. പക്ഷേ ഇത് പരിഹാരം അതല്ല. ദൈവം തന്ന കൽപ്പനകൾക്ക് എതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ദൈവത്തോട് തന്നെ ചെയ്യണതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചെയ്ത തെറ്റാവും. അപ്പോൾ മനുഷ്യനത് പരിഹരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാ പിന്നെ ആരെങ്കിലും ഇത് പരിഹരിക്കണമല്ലോ. അതിനാണ് പരിഹാരമായിട്ടാണ് ക്രിസ്തു വരണത്. ആര്? ദൈവം തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് അവൻ ആകൃതിയിൽ മനുഷ്യനെപ്പോലെയായി ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമില്ലാതെ അവൻ മനുഷ്യനായി മരണത്തോളവും കുരിശ് മരണത്തോളവും തന്നെ താഴ്ത്തി. കുരിശ് മരണത്തോളം പരിഹാരമായി. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം തന്നെ മനുഷ്യപ്രകൃതി പരിഹാരം ചെയ്ത റിട്ടാലിയേഷനായി അവിടെ വെച്ച്. ഇനി ക്രിസ്തു എനിക്ക് വേണ്ടി കൂടിയാണ് പരിഹാരം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ല എന്തെങ്കിലും വിശ്വാസമല്ല. അമേരിക്ക അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക അവിടെ ഉണ്ടെന്ന്. അതുപോലെയുള്ള ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തു. അവൻ്റെ പരിഹാരത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ആ പരിഹാരത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾ ആ വിശ്വാസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്നു. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എൻ്റെ മക്കളെ കൈ രണ്ടും നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന് കർത്താവേ, ക്രിസ്തു എന്ന മഹാരഹസ്യം അഭിഷേകമായി മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തെ എൻ്റെ അധരങ്ങളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ അങ്ങയുടെ ഉത്ഥാനത്തിന്റെ ഫലമായ ആത്മാവേ നിറയണമേ, വീണ്ടും നിറയണമേ. വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമേ. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, നാമത്തെ പ്രഖ്യാപിക്കാൻ അഭിഷേകം ലോകത്തിന്റെ അതിർത്തികൾ വരെ നിന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മത്തായിയുടെ സുവിശേഷം 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇത് വളരെ ഹൃദ്യമായ ഒരു സമവാക്യമാണ്. ക്രിസ്തുവാണ് നീ എന്ന് പത്രോസ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് എക്കാലത്തെയുമുള്ള നിത്യതയുടെ പരിഹാരം,
നിത്യത ലഭിക്കുന്നതിനുള്ള ഏക പരിഹാരമാണ് നീ. നിൻ്റെ ബലിയിലാണ് അപ്പൻ പ്രസാദിക്കാൻ പോകുന്നത്. നീ എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചുയർത്തിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നിന്നെ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ നിത്യത കരയേറ്റുന്നത് എന്നുള്ള ക്രിസ്തു രഹസ്യത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കേണ്ട ചില സ്വകാര്യമായ ലളിതമായ കാര്യങ്ങളുണ്ട്. അതിലെന്താണ്? ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പത്രോസാണ് പറയണത്, നീ ക്രിസ്തുവാണെന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ അഭിഷിക്തൻ, അംഗീകരിക്കപ്പെട്ടവൻ, നിൻ്റെ ബലിയിൽ മാത്രം ദൈവം പ്രസാദിക്കുന്നവൻ. വേറെ എന്ത് പ്രസാദിപ്പിച്ചാലും കാര്യമില്ല. വേറെ നീ പാപപരിഹാരത്തിന് വേണ്ടി എന്ത് തലകുത്തി പറഞ്ഞിട്ടൊരു കഥയുമില്ലെന്നാണ്. ക്രിസ്തുവിൻ്റെ പരിഹാരത്തോടു കൂടി ബാക്കി മാനവരാശിയുടെ സാംസ്കാരികമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പരിഹാരങ്ങളെയും നള്ളിഫൈ ചെയ്യുകയാണ്. മനുഷ്യൻ പരിഹാരത്തിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു പാപത്തിൻ്റെ പരിഹാരമായി എന്ന് നീ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നേടിയെടുത്ത പരിഹാരം നിനക്ക് അവകാശമാക്കണമെങ്കിൽ നിൻ്റെ വിശ്വാസത്തിലൂടെയാണത്. അപ്പം നീ എന്തിലാണ് വിശ്വസിക്കണത്? ക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നിനക്ക് വേണ്ടി പാപപരിഹാരം മരിച്ചുവെന്ന് നീ വിശ്വസിക്കണം. കർത്താവായ ദൈവമേ, എൻ്റെ പാപപരിഹാരമായി എനിക്ക് പകരക്കാരനായി നീ മരിച്ചുവെന്ന് നിന്റെ മരണത്തില് ദൈവപിതാവ് പ്രസാദിച്ചുകൊണ്ട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു, നിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, വരവ് കാത്തിരിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യങ്ങളെ അടയാളങ്ങളിലൂടെ ആഘോഷിക്കുവാൻ അഭിഷേകം നൽകണം. കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം ഹൃദയം പകരം ഹൃദയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി അടയാളങ്ങളുടെ ക്രിസ്തു രഹസ്യത്തിൻ്റെ അടയാളങ്ങളുടെ ആഘോഷമാണ് ഉടമ്പടി. ഇപ്പം ക്രിസ്തു രഹസ്യക്കാരെ ഉടമ്പടിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രിസ്തു രഹസ്യമാണ് ആഘോഷിക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെ. എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തു, എൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തു. നിൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തുകൊണ്ട് നിനക്ക് മരണമില്ല, അവൻ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഉയർപ്പിലൂടെ ആ വാഗ്ദാനത്തെ അവൻ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് നാളെ അവകാശമാകാൻ പോകുമ്പോഴേ നിനക്ക് ഒരു ആധികാരികതയുണ്ട്. എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുള്ളവനാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ തിയററ്റിക്കൽ സൈഡ് പഠിക്കാതെ ഉടമ്പടി ക്രാക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. മേജർ മിറക്കിൾ സംഭവിക്കത്തില്ല. സാധാരണ ലൈറ്റ് മിറക്കിളൊക്കെ സംഭവിക്കും. അവൻ്റെ തിയറി പഠിക്കണം. ഇപ്പം ഡ്രൈവർമാരെ നമ്മൾ എടുക്കത്തില്ലേ? ഡ്രൈവർമാരെടുക്കുമ്പോൾ എന്ത് പറയും? നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും ആദ്യം. അയ്യോ മെക്കാനിസ്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ വണ്ടി ഞാൻ വഴി കിടക്കേണ്ടി വരുമല്ല, നിൻ്റെ കൂടെ നിന്നെ വീട്ടിൽ പോയി കളയാൻ പറയും ഇല്ലേ?
ഡ്രൈവർമാരെ നമ്മുടെ ഏത് കമ്പനിക്കാരും ഡ്രൈവർ എടുക്കുമ്പോൾ എന്ത് ചോദിക്കും? നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും. കാരണം ഡ്രൈവർ കം മെക്കാനിസ്റ്റിനാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത്. ഉടമ്പടി പഠിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവറായാൽ മാത്രം പോരാ, അത് ചെയ്ത് അനുഷ്ഠിച്ച് ഓരോ കാര്യം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിടും, ഓരോ കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഡ്രൈവറാണ് അതിൻ്റെ, പക്ഷേ മെക്കാനിസ്റ്റ് അല്ല. ഉടമ്പടി എങ്ങനെ ക്രാക്കാക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ സൈദ്ധാന്തിക ലെവൽ അറിയണം. അതെന്താണ്? ക്രിസ്തു രഹസ്യങ്ങളുടെ ആഘോഷമാണ്. ക്രിസ്തു രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. പറഞ്ഞേ, ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും അവന്റെ നാമത്തോട് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന അനുദിന സങ്കടങ്ങളിലൂടെ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ മരണത്തെ പ്രഖ്യാപിക്കുന്നവർക്ക് അവനോടുകൂടി മരിക്കുന്നവർക്ക് അവന്റെ മരണം വാഗ്ദാനം ചെയ്യുന്ന അവനോടുകൂടിയുള്ള നിത്യജീവിതത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രത്യാശിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി മരിക്കും, നീ എനിക്ക് വേണ്ടി ഉയർത്തി നിൽക്കും, നീ എനിക്ക് വേണ്ടി പാപപരിഹാരമാകും. കാര്യം നീ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു രഹസ്യത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് പകുതിയോളം വെളിപാടാണ് പത്രോസിന്. അപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ട് ശമയോൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് യു, ഇറ്റ് ഈസ് മൈ ഫാദർ ഇൻ ഹെവൻ എന്ന് ഈശോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ഇത്രയും നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങളില്ലേ, അത് നീ പഠിച്ചതല്ല, നിന്നെ പഠിപ്പിച്ചതാണ്. നീ അത് പഠിച്ചതല്ല, അത് നീ പഠിപ്പിച്ചതാണ്. ആരാണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. ദൈവവേദനേ, നിന്നെ ക്രിസ്തുവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവപിതാവിൻ്റെ സഹായം വേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങേ പിതാവിന്റെ സഹായത്താൽ പത്രോസിനെ പോലെ അങ്ങേ പഠിക്കാനുള്ള വെളിപാടിന്റെ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പത്രോസ് അതിൻ്റെ ക്രിസ്തു മഹാരഹസ്യത്തിൻ്റെ വാതിക്കലെത്തി അങ്കണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറയും, ഇറ്റ് ഈസ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് യു. ഇത് നിൻ്റെ മാംസവും രക്തവുമല്ല, നിൻ്റെ അറിവല്ല, ഇത് അപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച്. ദോ നൗ യു ഗോട്ട് ദ പാസ്, നിനക്ക് പ്രവേശന അനുമതി ലഭിച്ചു. ഇത് ഭയങ്കര സംഭവം. ക്രിസ്തു ഉടനെ പത്രോസിന് മനസ്സിലാക്കി. എന്താ പറഞ്ഞത്? ഇത് നിനക്ക് ഇതിൻ്റെ കഴിവില്ലെന്ന് എനിക്കറിയാം, നീ അത്രയും പഠിച്ചിട്ടില്ല എൻ്റെ രഹസ്യം. പക്ഷെ അപ്പ നിനക്ക് ക്രിസ്തു രഹസ്യത്തിൻ്റെ ഒരു സൗധങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പ നിനക്ക് പ്രവേശന പാസ് തന്നിട്ടുണ്ട്. നൗ ഐ നോ ഇറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിന്നോടും നിന്നെപ്പോലെ കമാൻഡോയാകാൻ വേണ്ടി ദൈവം വിളിച്ചവരോടെല്ലാം പറയാം. നീ എന്നെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഫസ്റ്റ് ടൈം എന്തു ചെയ്യണം? സ്വയം പരിത്യജിക്കണം. നിൻ്റെ വിഷയങ്ങളല്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണേ. ഞാൻ ക്രിസ്തു രഹസ്യത്തെ താത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്താണ്? ഇതിനകത്ത് സ്വയം കണ്ടൻറ്റുകൾ ഉണ്ടാവും എപ്പോഴും. സ്വയം എന്ന് തന്നെ ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം. അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം? ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിൻ്റെ നിയോഗങ്ങൾ? അതിന് ക്രിസ്തു കക്ഷിയാകണ്ടേ? അതിനകത്ത് സ്വയം ഉണ്ടാകുന്ന നോക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണം, നിനക്ക് കുട്ടിയെ വേണം, നിനക്ക് കുട്ടിയില്ല. കാര്യം 23 വർഷമാണ്
ഇട്ട് മക്കളില്ലാത്തവരെ ഈ ആൾക്കാരെ ഒറ്റ ഉടമ്പടി കൊണ്ട് 90 ദിവസത്തിനുള്ള ഒരു പ്രഗ്നൻ്റായിട്ടുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. ഇത് തന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ. ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസറുണ്ട്. ആൻസറുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് അബോർഡാണ്. അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഇതിനെ ഈ കൂടാരത്തേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസിയായിട്ട് കണ്ടാൽ നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ വരാതെ എന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് പോകും. ഇത് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത്? ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കുകയാണ്. നീ ഉടമ്പടിയിൽ എനിക്ക് IELTS പാസ്സാകണം, അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ 4ാം സ്റ്റേജ് എൻ്റെ രോഗം സുഖപ്പെടണം, അങ്ങനെ ക്യാൻസർ 4ാം സ്റ്റേജൊക്കെ ഒത്തിരി സൗഖ്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഉടമ്പടിയിലൂടെ ലഭിച്ചത് 75 കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാത്തതൊക്കെ ഒറ്റ ആഴ്ചക്കൊരു ഭാഗോടമ്പടി നടക്കും. ഇതൊക്കെ സിമ്പിളാണ് കാര്യം. പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. ഈ സ്വയം അതിൻ്റെ അകത്ത് എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിനക്ക് കാനഡയിൽ പോകണം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, എന്തിനാണ് കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടി, അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിന് അവിടെ ജന്മം കൊടുക്കണം. എന്തിനാണ് ജന്മം കൊടുക്കണം? എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ. അതാണ് അതിനകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം. സ്വയം അതാണ്. സ്വയം അത് ദൈവഹിതത്തിന് വിടണം. മനസ്സിലായില്ലേ? അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ എന്ത് ചെയ്യണം? കുരിശെടുക്കണം. സ്വയം പരിചയിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വയം പരിചയിച്ചുകൊണ്ട് മാത്രമല്ല, അവിടെ ദൈവഹിതത്തിന് അത് എന്തും സംഭവിക്കട്ടെ, അത് കോംപ്രമൈസ്, അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യമേ കൈപൊക്കി പറഞ്ഞേക്കണം. കർത്താവേ, ഇതാണ് എൻ്റെ സ്വയം, പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരിത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ്, കർത്താവേ എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ സ്വയം. അത് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലിഫ്റ്റാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തൊരു ക്രോസ് കണ്ടൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ക്രോസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക. പിന്നെ എന്താണ്? കുരിശം എടുത്തുകൊണ്ട് കൂടെ വരിക. അപ്പം അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ. എന്താണ്? അതിനൊന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാകും. ഇപ്പം നിനക്കൊരു കുഞ്ഞിനെ വേണം, ദാറ്റ്സ് ഓക്കെ, ന്യായമായ ആവശ്യമാണ്. കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. എന്താ കാര്യം? ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ക്രിസ്തുവിനെ, ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കും. അതെന്താണ്? ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇടവക ഒന്നും പറയണില്ല. ഞാൻ ഇടവക ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചേടുത്തി വരുമായിരുന്നു 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട്. പെൺകുഞ്ഞുങ്ങളൊന്നും അല്ല, അതിങ്ങനെ വലിയ പിള്ളേരാണ്, 10-20 വയസ്സുള്ളതാണ്. ഇതുങ്ങളായിട്ട് എപ്പോഴും വരും ചേടുത്തി. അപ്പോൾ ചേടുത്തിയിടക്ക് ഒരു ആന്തരികമായ ദുഃഖമുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സംസാരം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുടെ ആന്തരികമായ ദുഃഖം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഈ പെൺപിള്ളേരൊക്കെ 2 പേരും കല്യാണം കഴിപ്പിച്ച് വിടും. പിന്നെ തനിക്ക് ഒരു ആൺകൊച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ട്. അത് ഭയങ്കര ദുഃഖമാണത് ശരിക്കും പറഞ്ഞാൽ. ചിലർക്ക് ദുഃഖമില്ല. കാര്യം കുടുംബങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് പെൺപിള്ളേരല്ലേ പലതും. അപ്പം ചിലർക്ക് അത് ഭയങ്കര പെൺപിള്ളേരില്ലാത്തതായിരിക്കും ദുഃഖം, ചിലർക്ക് ആൺപിള്ളേർ ഇല്ലാത്തവർക്കും ദുഃഖം. അത് അവരെ ആശ്രയിക്കുന്ന വിഷയമാണ്. രണ്ടും ശരിയാണോ തന്നെ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫേഴ്സ്, ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം 2 നല്ല ഇടിവെട്ട് പെൺപിള്ളേരുണ്ട്. അവർ ആൺപിള്ളേരേക്കാൾ അടിപൊളി പിള്ളേരാണ്. എന്ത് കാര്യം ചെയ്യാനും, ഏത് വണ്ടിക്ക് പോകാനും, എന്ത് കാര്യം സഹായിക്കാനും ചെയ്യാം. പക്ഷേ ഷീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആൺകുഞ്ഞുണ്ടായിരുന്നതാണ് പണ്ട്. ഇത് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് അവർക്ക് ആൺകുഞ്ഞ് ജനിച്ചതാണ്. നല്ല മുഴുമുടക്കനായ നല്ല വെണ്ണപ്പരുവത്തിൻ്റെ കൊച്ചാണ് ജനിച്ചത്.
പക്ഷേ എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഇവർ ദൈവത്തിൻ്റെ നിന്ന് കാലെ പിടിച്ച് ഈ കൊച്ചിനെ സംഘടിപ്പിച്ചെടുത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്താണ്, ആ കൊച്ചിന് വീട്ടിൽ ആരെക്കൊണ്ടും കൈ തുടിക്കത്തില്ല. അപ്പോൾ അവിടെ ലക്ഷണം മാറി. അതാണ് സ്വയം എന്ന് പറയണത്. ഈ കരഞ്ഞ കൂവിയൊക്കെ ഇവിടെ കൂടി നടക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തത് എന്താണ്, ഈ പിശാചിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ എത്ര നിലവിളിച്ചാലും നിങ്ങളവർക്ക് ജോസഫ് ചെന്നാൽ മൈൻഡ് ചെയ്യാത്തത്. ഞാൻ എനിക്കറിയാം സാധനത്തിന്. കാര്യം ഇതോടുകൂടി ഇവളുടെ കാര്യം തീരുമാനമാകാൻ പോകും. ഇവിടെ ദൈവത്തിൽ നിന്ന് പോകാൻ പോകുകയാണ്. നമ്മളെപ്പോഴും പറയണം ദൈവത്തിൻ്റെ കണ്ടൻറ്റ്, ദ കണ്ടൻറ്റ് ഓഫ് ദി ക്രോസ്, അതെപ്പോഴും ഗ്യാരണ്ടി ചെയ്യണം. നിങ്ങളുടെ നിയോഗത്തിൽ 21 ലക്ഷം മനുഷ്യരുടെ കൗൺസിലിങ് കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം പറയണത്. നിങ്ങളുടെ കണ്ടൻറ്റ് വൈസ് ഇപ്പോൾ ഇവർക്ക് ഈ ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കണത്, ഈ ചേച്ചിക്ക് സംഭവിച്ചിരിക്കണത് ഇതാണ്. ഇവർ ഒരായുണ്ട് വീട്ടിൽ കുഞ്ഞിന്. ഈ 2 പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് ജനിച്ച കൊച്ചാണേ, ആൺകുച്ച്. ഈ വീട്ടിൽ ഒരു ആയുണ്ട്. ആയ കുഞ്ഞു ഉറങ്ങി വരുമ്പോൾ ഇവർ ആദ്യത്തെ കുർബാന, ഈ ചേച്ചി ആദ്യത്തെ കുർബാനക്ക് വരും. ആദ്യത്തെ കുർബാനക്ക് വന്നിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന ഉയർത്തുമ്പോൾ തന്നെ ഇവർ മാഞ്ഞു പോകും. പള്ളിയിൽ നിന്ന് മായാവി പോണ പോലെ ചെടുത്ത് മാഞ്ഞു പോകും. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് കൊച്ചുണരണ സമയം അറിയാം. കൊച്ചുണരണ സമയം അറിയാം. എന്താണ് കാര്യം? ഇതാണ് ടൈം. ഒരു 7:15 പരുവത്തിലെ ടൈമിനാണ് കൊച്ചു ഉണരണത്. ആ ഉണരുമ്പോൾ ആ പണ്ടാരം ആ കുഞ്ഞിനെ നോക്കാൻ നിർത്തിക്കണം. അവളെ കയറി അവരെ കൊച്ചിനെ എടുക്കും. വാവോ വാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇവളാണ് അമ്മയെന്ന്. അപ്പോൾ താൻ ഔട്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞു ഇടണ മുമ്പ് കർത്താവ് വിട്ടേച്ച് ഇവൾ 4 കാലം വീണ് വീട്ടിൽ പോയി കുഞ്ഞിനെ എടുക്കും. കുഞ്ഞിനെ എടുക്കണ മുമ്പ് ഇവളെ കുഞ്ഞിനെ എടുക്കും. എത്ര കൊല്ലമായി? ഒരു 3/4 കൊല്ലത്തോളം ഇതുതന്നെയായിരുന്നു കലാപരിപാടി. കുഞ്ഞിനെ പറ്റി ബാക്കി ആർക്ക്, അവളുടെ ഭർത്താവിന് വരെ അവിടുത്തെ വേലക്കാരത്തി ഭക്ഷണം കൊടുത്ത് അവൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം എടുപ്പിക്കത്തില്ല. ഇതാണ് സ്വയം എന്ന് പറഞ്ഞ സാധനം. പിടിയ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നിസ്സാരമില്ലേ? അത് ആരോടെ, വീട്ടുകാരുടെ ആയാലും ശരി, അമ്മയുടെ ആയാലും ശരി, അപ്പനോടെ ആയാലും ശരി, അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായാൽ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്താ അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിനൊക്കെ സങ്കല്പമുണ്ട്, ഭർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിക്കും, ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കും, ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി എടുക്കും. നിങ്ങൾക്ക് വീട് വേണം, വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം, വർക്ക് ഏരിയ വേണം, വർക്ക് ഏരിയയിൽ ഓരോ കബോർഡ് വേണം. അതിനെല്ലാം ഞങ്ങൾക്ക് ഐഡിയ. വീട് വെക്കാൻ നേരത്ത് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത്. അത് ദൈവത്തെ അറിയാമല്ലോ, അതല്ലേ പ്രശ്നം. ഒരു വീടില്ലെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കല്യാണം ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണമോ അതുപോലെ തന്നെ സാരിയോ വെച്ചപ്പോൾ നിങ്ങളുടെ നാത്തൂനോ നിങ്ങളുടെ അമ്മായിയമ്മ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാനൊരു പ്രതികാരം ഉള്ളിക്കിടപ്പുണ്ട്. അതാണ് സ്വയം. നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി ഇവളൊക്കെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും. അതാണ് സ്വയം. ഈ വീടിൻ്റെ സംഭവം. ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു സ്വയം ഉണ്ടാവും. അത് മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും. ഇപ്പോൾ ഇവരുടെ സ്വയം എന്താണ്? വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയാണ്. പാല് ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ആരും കുഞ്ഞിനെ കൊണ്ട് പാലെടുപ്പിക്കത്തില്ല. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് നോക്കിയേ, 2.5 കൊല്ലം അത് ജീവിച്ച ആ കൊച്ചി 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയി ആ കൊച്ചി. അതെന്താ വെറുതെ ചത്തുപോകാൻ കാര്യം? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വെറുതെ ചത്തുപോയത്? അതെ, കുഞ്ഞിൻ്റെ കരളിൽ പാലിൻ്റെ പാട കെട്ടിയെന്ന്. പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, കളർ വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും, പാലും കൊടുക്കും, പോരെ പരിപാടി. അപ്പോൾ കളറും വെക്കും, മിനുക്കം ഉണ്ടാകും കൊച്ചിനെ മിനുക്കി കിട്ടി എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൊണ്ടുനടക്കാനാണ്. അപ്പോൾ എല്ലാവരും പറയാം താടിക്കാൻ നല്ല കുഞ്ഞാണ് നല്ല തിളക്കമുള്ള കുഞ്ഞാണെന്ന് പറയും. അതിനു വേണ്ടി ഇവിടെ ഇതാണ് സ്വയം എന്ന് പറയണത്. നമ്മൾ ഓമനത്വത്തോടുകൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും. ഈ സ്വയം ഏത് സമയത്തും വെട്ടൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല. പിന്നെ എന്താണ്?
ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം. ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഒരു മോള് പറഞ്ഞ്, അവളെന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് വലിയ കാശൊന്നുമില്ല, IELTS OIT ഒക്കെ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാനൊക്കെ എൻ്റെ കാശില്ല. അപ്പം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒറ്റ ജയിപ്പിക്കൽ ജയിപ്പിച്ചതാ, നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം. എന്താ കുരിശ്? ഈ കാശ് OIT എഴുതാൻ കാശില്ലാത്ത പിള്ളേരെയില്ലേ, അവരെ ഞാൻ തിരക്ക് നടന്ന് പിടിപ്പിച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിച്ചോളാം. അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം. എന്താണ്? ആ ഒരു കുരിശാണ് എടുക്കുന്ന ആ സാധനം. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചിലർക്ക് ജെറോം പഠിക്കാൻ പറ്റത്തില്ല, ചിലർ ഭയങ്കര കാഴ്ചയായിരിക്കും. അപ്പോൾ ഒരാൾ ചിലർ പറയും, ഞാൻ പഠിപ്പിച്ചാൽ നിന്നെ, നീ പഠിക്കണ്ട, നീ 5 പൈസ മുടക്കണ്ട, നീ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. അതാണ് അത് കുരിശെടുക്കുക. വെച്ചാൽ മറ്റുള്ളവരുടെ, നമുക്ക് കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. എന്താണ് കുരിശെന്ന് പറയണത്? നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ്, ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ എന്ന രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ്? 10 ദിവസത്തിനോട് പിന്നെ അടുത്ത വേദപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത വേദപാഠം, നീ ക്രിസ്തുവാണെന്ന് അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ എൻട്രൻസല്ലേ കിട്ടിയുള്ളൂ. 10 ദിവസത്തിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു ഇന്ന് നടന്നത്. 10 ദിവസം എൻട്രൻസ് പാസ്സായി. അപ്പോൾ ഈ പറഞ്ഞ് എൻട്രൻസ് പാസ്സായ കാര്യമല്ല, സിലബസ് വരുന്നുണ്ടെന്ന് പറയും. പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി. സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ പഠിക്കേണ്ട ഇത്, നമ്മൾ രണ്ടും കൂടി പഠിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ? മനുഷ്യപുത്രൻ ശത്രുകരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അതല്ലേ പറഞ്ഞത് ഇന്ന്. ആ മാറ്റം നടത്തി ഇത് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് ഇവൻ പാസ്സായി. പക്ഷേ ഇവന് സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ള എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അതിവിടെ തന്നെ ചുറ്റുവട്ടി കിടക്കുകയല്ല, നമ്മളൊരു യാത്രയിലാണ്, ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിത്യതയിലേക്കുള്ള വഴി പിന്നെ പറയുകയാണ്. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നിത്യതയിലേക്കുള്ള സിലബസ് വെക്കും ഈശോ. അതെന്താ സിലബസ്? എന്താ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയെ, ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ. അപ്പം അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുകയല്ലല്ലോ. അപ്പം നിങ്ങളുടെ ഈ IELTS വരെയാണ് കാനഡയിൽ എത്തണ വരെ യേശുവിനെ അനുഗമിക്കാനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, സ്ലോ ആവും സാധനം. നിങ്ങളുടെ വസ്തുവിൽപ്പന മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആകും. കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല. അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ നിയോഗത്തിൽ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളിൽ നിന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ അപ്പായെ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നീ നേടിയ നിത്യജീവനെ അവകാശമാക്കാൻ, അതെന്റെ നിയോഗമാക്കാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. നല്ല ശിക്ഷനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ്. 1-ാം പാഠം എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലക്ഷ്യം ഫിക്സ് ചെയ്യാൻ പറയും.
നിൻ്റെ IELTS നിൻ്റെ കാനഡ, നിൻ്റെ അമേരിക്ക, നിൻ്റെ ന്യൂസിലൻഡ് അല്ല. അത് ആലപ്പുഴ വരെ പോണ പോലെ ഇരിക്കും. അതല്ല, നിൻ്റെ നിത്യത ആദ്യം നിൻ്റെ നിയോഗമാക്കാൻ പറയും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയില് എൻ്റെ നിത്യത നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ. നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കുക. നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ ഭാരം ലഘുവാകും. അത് പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ ഓർത്തോളം വിഷമിക്കൊന്നും വേണ്ട. ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത്, ഇപ്പോൾ തന്നെ ഇതിൻ്റെ എൻകറേജ് ചെയ്യുന്ന ഇതിൻ്റെ പകുതി ഇപ്പോൾ പത്രോസ് തന്നെ ഈശോ എന്താ പറഞ്ഞത്? നീ എൻട്രൻസ് പാസ്സായി, ഐ നോ ഇറ്റ്. പക്ഷേ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വന്നിരിക്കുന്നത്, ബട്ട് ബൈ ഗ്രേസാണ്. കുറച്ച് നിൻ്റെ അറിവാണ്, ബാക്കി ഗ്രേസാണ്. എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത്. ആ ഗ്രേസാണ് സംഭവം. അപ്പോൾ ഈ ഗ്രേസിൻ്റെ വാട്ടർ മാർക്ക് എല്ലായിടത്തും ഉണ്ടാവും. നീ സത്യസന്ധമാണെന്ന് നിയോഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. പത്രോസിന് അത്രയും വിവരമില്ല. പത്രോസിന് ഏറെക്കുറെ ഒരു ഐഡിയയേ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹ എന്ന് പറഞ്ഞ സംഭവം പത്രോസിൻ്റെ അല്ല, ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു. അത് ഗ്രേസാണ്, മെറിറ്റല്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പത്രോസിനെ സഹായിച്ചതുപോലെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എന്നെയും നയിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട്. അതാണ് വി ആർ ഗോയിങ് ടു ജെറുസലേം. എന്ത് ജെറുസലേമാണ്? സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമേക്കുള്ള നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിന് നീ എക്വിപ്ഡാണെന്ന് ചോദിക്കും. എന്താണ്? എന്നെ അനുഗമിക്കേണ്ടി വരും. എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ, കയറുന്ന ആൾക്കാരെ, ഇപ്പോൾ എവറസ്റ്റിൽ കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് 8000 അടി കയറണ്ടേ. അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട്, ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി. അപ്പോൾ ടെൻസിങ്ങിനെ എന്തിനാണ് കൂട്ടിയത്? ഹിലാരി കൂട്ടാൻ കാര്യം എന്താ? ടെൻസിങ് ഈ മല കണ്ട് വളർന്ന ആളാണ്. അയാൾക്ക് കയറി പരിചയമുണ്ട്. ആ നാട്ടുകാരനാണ്. ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കടലിൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി പഠിച്ച ആൾക്കാരെ കൊണ്ടുപോകാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനും കൂട്ടിയാണ് ഹിലാരി പോണത്. പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറിയ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇടക്കിടക്ക് അസ്ഥിക്ക് പഞ്ചറായിട്ട് കിടപ്പുണ്ട്. ചിലത് അഴുകിയിട്ട് പൊടിയില്ല. എവറസ്റ്റിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്രയിൽ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? നല്ല തണുപ്പാണ്. 0 വന്നിട്ട് -60 വരെ കിടപ്പുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന ഡെഡ് ബോഡി അഴുകത്ത് പൊടിയില്ല, അങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങളെ കിടക്കുന്നവരുണ്ട്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ചില സമയത്ത് ഹോൾട്ടാകാൻ സാധ്യതയുണ്ട്, പരിചയമില്ലെങ്കിൽ. അപ്പോൾ സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം. ഒരു 10,000-3000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ, പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ വലിയൊരു യാത്രയ്ക്ക്, നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത്. കർത്താവ് വളരെ കാര്യം, കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിൻ്റെ ഒരു ക്രിസ്തീയതയുടെ പ്രാണനും പ്രാണവായുമാണ് കുരിശ്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കുരിശിനെ നിഷേധത്തിൽ കാണാതെ കുരിശിനെ നിഷേധിച്ച് കാണാതെ നിത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് ഈശോ പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ചനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻറ്റുകളെ തൽക്കാലം മാറ്റിവെക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. പിന്നെ കുരിശെടുക്കണം, എൻ്റെ കൂടെ വരണം. അപ്പോൾ ഇതിനകത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണം. എന്താണ്? പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കണത് കുരിശിൻ്റെ കണ്ടൻ്റാണ്. കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻ്റാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ നിയോഗം എല്ലാം സ്വയം ആകരുത്. എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, അത് എല്ലാം 6 കാര്യം ഉണ്ടെങ്കിൽ 7 കാര്യം എഴുതി വെക്കും. എന്താണ്? അവിടെ പോയിട്ട് പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും. പിന്നെ എങ്ങനെയാണ് സംഭവം മുകളിലോട്ട് പോകണം? പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചോളൂ, നിങ്ങളും മരിക്കും. എല്ലാം 6-7 കാര്യം സ്വന്തം കാര്യം എഴുതി വെക്കും. ഇതിന് ജഡസന്ധതിയുടെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് പഠിക്കണം. ജഡസന്ധതിയെപ്പോലെ ആകരുത്. പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ നീ ഈ നിയോഗം നിൻ്റെ വീട്ടിലെ നിനക്കൊരു വീട് തന്നാൽ ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്ക് നിൻ്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുമെന്നറിയാവോ? ചില ആൾക്കാർ ഒരു വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ? ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുരിശുണ്ട്. പിന്നെ ഇവർ കുരിശുണ്ടാക്കും, സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും. എങ്ങനെ കുരിശുണ്ടാക്കണത്? നിങ്ങൾ ചേട്ടായി ആണല്ലോ, തീർച്ചയായിട്ടും 3 സെൻറ്റ് അവകാശമുണ്ട് 10 സെൻറ്റിൽ. 10 സെൻറ്റ് ഉള്ളതെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്നാ ചെയ്യും? അപ്പനോട് സൂത്തത് ഒപ്പിടിച്ചിട്ട് ആ 10 സെൻറ്റ് നടുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും. അനിയൻ ഗൾഫിലാണ്, അവന് പാവപ്പെട്ട ഇവിടെ ഇല്ലല്ലോ. അപ്പം സ്മോൾ അടിക്കുന്ന വേണമെങ്കിൽ അപ്പൻ 2 ലോൺ കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ 2 വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും. എന്താണ് സംഭവം? അതോടുകൂടി പിന്നെ അനിയൻ നാട് കടത്തും. സ്വന്തം ചേട്ടൻ തന്നെ അവൻ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരെ നാട് കടത്തും. ഇത് ദൈവത്തിനറിയാം, നിൻ്റെ മനോഭാവം ദൈവത്തിന് അറിയാം. നീ പുതിയ കുരിശുണ്ടാക്കും. അതാണ് സംഭവം. സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആ ലൈഫ് മിഷൻ വീട്ടിലെ സ്വയം എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം എന്താണ്? അത് നിൻ്റെ ചേട്ടന്, നിൻ്റെ അനുജന്, അവിടെ കൂടപ്പുറപ്പിനെ അവിടെ കടത്തിപ്പറപ്പിക്കാത്ത രീതിയിൽ, വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും. കെട്ടിച്ചു പോയ പെങ്ങന്മാർ വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ. അയ്യോ, നീ മോന്തം കയറ്റി അവിടെ വരും. നീ നല്ല കാര്യം, നിൻ്റെ വീടല്ലേ, നിൻ്റെ വീട് നീ അപ്പനെടുക്കുന്ന എഴുതി വാങ്ങിച്ച വീടല്ലേ. പിന്നെ അന്ന് അപ്പൻ ഒപ്പിട്ട് തന്നാൽ പിന്നെ നിൻ്റെ പരിപാടി എന്താണ്? നിൻ്റെ പ്രാർത്ഥന എന്താണ്? അപ്പൻ എത്രയും വേഗം ചാകണമെന്നാണ് പ്രാർത്ഥന. എന്താ കാര്യം? അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ, അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കടുത്തേക്ക് കയറുമല്ല, അപ്പൻ ചാകണം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം നീ ആ വീടും ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജനം പുറത്താക്കുകയും ചെയ്യും. നിൻ്റെ നിയോഗത്തിൽ ഓടരുത് അമ്മാവ, ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അപ്പം നിയോഗങ്ങളുള്ള സ്വയം, അതാണ് ഈശോ പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മറ്റുള്ളവർക്ക് കുരിശ് കൊടുത്തുകൊണ്ട് എൻ്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പ്രത്യേക പ്രവണതകളെ എന്നിൽ നിന്ന് നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേ.
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിയോഗങ്ങളെ എങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആക്കാം, എങ്ങനെ ഭാരം കുറഞ്ഞതാക്കാം. അതിനകത്തുള്ള സ്വയം കണ്ടൻറ്റുകളെ നിങ്ങൾ വാറ്റിക്കളഞ്ഞാൽ മതി. സ്വയം കണ്ടൻറ്റുകൾ. എന്നിട്ട് എന്ത് ചെയ്യണം? കുരിശ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? കുരിശ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തും. അതാണ് കുരിശ് ആഡ് ചെയ്യണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നിയോഗങ്ങളിൽ ഗ്യാരണ്ടി, മറ്റുള്ളവരുടെ രക്ഷ. ഈ ദിവസങ്ങളിലെ റിനു റോജിൻ എന്ന് പറഞ്ഞൊരു ദമ്പതികൾ സാക്ഷ്യം പറഞ്ഞു. റിനു റോജിൻ, അത് ഒരു 1.5 സാക്ഷ്യമാണ്. കുറേ ഘട്ടങ്ങളുണ്ട്, 13 ഘട്ടങ്ങളാൻ പറ്റിയ സാക്ഷ്യത്തിനുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം, റിനു റോജിൻ ദമ്പതികളാണവർ. പെട്ടെന്ന് ഈ ഭർത്താവിന് ഒരു പനി വരും. 6 ഡിഗ്രി, അതായത് 106 ഡിഗ്രി. അതിൻ്റെ കാരണം ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും. എവിടുന്നാണ് കയറിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് അംബികസ്, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റിഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ പനി വിട്ട് മാറുന്നില്ല. പനി കയറി പോയി അവസാനം ഡോക്ടർ ഇവളോട് പറയുകയും ഐസിയുലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറയും, ഐസിയുന്ന് എത്ര കാലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല, ഈ ബാക്ടീരിയ കയറി കാരണം. എന്നാ ബാക്ടീരിയ ആണത്? സ്റ്റഫൈലോ ഫൈക്കസ് കോക്കസ്. സ്റ്റഫൈലോ കോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. അത് കയറിയിട്ട് തന്നെ ബ്രെയിനിൽ കയറും, പിന്നെ കിഡ്നിയിലും കരളിലും ഒക്കെ കയറും. ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആകും. ഭയങ്കര സീരിയസ് ആയി, അയാളെ മരിക്കുന്നൊരു കണ്ടീഷനായി. അപ്പോൾ ഇവൾ പറയണ കുറേ വാക്കുകളുണ്ട്. സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ട. റിനുവിൻ്റെ സാക്ഷ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യമാണ്. പ്ലെയിൻ മിറക്കിൾ ബൈ മിറക്കിൾ. ഒത്തിരി മിറക്കിൾസ് ഉണ്ടെങ്കിലും മിറക്കിളല്ല അതിൻ്റെ അകത്തുള്ള സംഭവം. മിറക്കിളിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. ദൈവാനുഭവത്തിൻ്റെയും ദൈവത്തിൻ്റെ കണ്ടെത്തലിൻ്റെയും ഒരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഡെലിറിയം സിറ്റുവേഷൻ ദൈവം മരിച്ചു പോകുന്നുള്ള ചിന്ത വരുമ്പോൾ ഉടനെ ഇവൾ പറയണത്, എനിക്കൊരു അഭയവുമില്ല. ആകപ്പാടെ എനിക്കുള്ളത് എന്താണ്? എൻ്റെ ഉടമ്പടിയാണെന്ന്. ഓ, എന്നെ വർത്താന, വല്ലാത്ത വർത്താന. ആ ഒരു സിറ്റുവേഷനിലേ എനിക്ക് ആകപ്പാടെയുള്ള അഭയം. ഇതിന് മരുന്നില്ല, ഒരു ഓപ്പറേഷൻ വേണം, ഏതെല്ലാം ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു പിടിയില്ല. സർജൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, കാശ് റെഡിയാക്കിക്കോ. സർജനെ കാണുമ്പോഴൊക്കെ പേടിയാണ്. ആ മനുഷ്യൻ പിടിക്കുന്ന 2 കാര്യം പറയാനാണ്. എന്താണ്? ഓപ്പറേഷൻ കാശ് റെഡിയാക്കിക്കോ, പിന്നെ മാനസികമായിട്ട് ഒരുങ്ങിക്കൊള്ളേ, ചിലപ്പോൾ ചത്തുപോകുന്നതായി പറയണത്. ഇവർക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ സർജനായെന്ന് പറഞ്ഞാൽ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഒരു വിഷയം നമുക്കുണ്ടായാൽ അവർക്ക് 2 കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒന്ന്, മാനസികമായിട്ട് ഭർത്താവിനും മരണത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ എന്താണ്? കാശ് റെഡിയായിക്കൊള്ളുക. പോരെ? അപ്പോൾ അവൾ പറയണതേ അതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയാവോ? ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണ് സെലക്ട് ചെയ്തത്, അതാ ചുമ്മാ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു. നീ അല്ല സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പം പറയണം, ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, കല്യാണം വേണ്ട. എന്നിട്ട് ഇവിടെ അവിടെ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം വിശ്വാസപ്രമാണം ചൊല്ലും. ഒരു റിലേഷൻ കണ്ട. അതാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ഇൻറ്റിമസി എന്ന് പറയണത്. ചില ആൾക്കാർ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം പറയണേ, കർത്താവേ, ഈ കെട്ടാൻ പോണ പയ്യൻ നിൻ്റെ സെലക്ഷനാണോ, അതോ മാനുഷികമായിട്ടുണ്ടായ സംഭവമാണോ ഇത്? ഇനി ആണോ അല്ലേന്ന് നീ പറഞ്ഞാൽ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരുമില്ല, അവളുടെ ദൈവവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് വചനം എടുത്തപ്പോൾ അവളോട് സംസാരിച്ചു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ജെറമിയ 29:11.
കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പൊ ദൈവത്തിന് നമ്മുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിൾ ആവും. നിങ്ങളൊക്കെ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണതാണേ. എന്നിട്ട് തുറന്നു നോക്കി വെച്ചു, അതങ്ങനെയാണ്, അതങ്ങനെയല്ല, അതിങ്ങനെ ഇരിക്കുമെന്ന് പറയും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം, നിങ്ങളുടെ സുഖത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വചനം വളച്ചൊടിക്കും. അത് കർത്താവിനറിയാം. ചുമ്മാ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി വചനം നോക്കണമെന്നറിയാം. വചനം നോക്കുന്നവരെ ഒന്നൊന്നര ജപമാലയൊക്കെ ചൊല്ലി അവിടെ കുത്തിയിരുന്ന് നേരത്തെ ഒന്ന് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടിയാണ് എടുക്കണമെന്ന്. തന്നെയല്ല, മുൻകാല വചനം നോക്കുന്നവരോട് ഷാർപ്പാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ വേണം ദൈവത്തിന്. മുൻകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് വചനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പഞ്ഞവുമില്ല. ദൈവം ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട. അതിനെന്താണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കിട്ടിയ വചനം അനുസരിച്ചാണ് ജീവിച്ചതെന്നുള്ള ഫോർമൽ റെക്കോർഡ്സാണ് പ്രശ്നം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പഴയ റെക്കോർഡ്സ് ഇല്ലേ, നിങ്ങൾ നേരത്തെയൊക്കെ വചനം എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോഴും നിങ്ങൾ എന്നിട്ട് ആ വചനത്തിനെതിരായിട്ടായിരിക്കും ചെയ്യണത്. കർത്താവ് പറഞ്ഞ ആ സ്ഥലം എടുക്കരുതെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വചനം നിങ്ങൾക്ക് സ്ഥലം വേണം, അതെടുക്കാനുള്ള വചനം നിങ്ങൾ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഹക്കൽ ദേമാ രക്തത്തിൻ്റെ പറമ്പെന്നുള്ള വചനമായിരിക്കും ചിലപ്പോൾ കിട്ടിയത്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അതെടുക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? അയ്യോ അതെങ്ങനെ ചെയ്യുക, ഞാനെടുത്തില്ല, അവളാട്ട് കയറി എടുക്കുമെന്ന് പറയും. ഇത് കൺസായല്ലേ? വേറെ ഒരുത്തി വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട്, ഞാനെടുത്തില്ലെങ്കിൽ ആ പറമ്പ് അവൾ കയറി അടിക്കും. പിന്നെ അവളുടെ പൊങ്ങച്ചത് ഞാൻ കാണണം. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കണ്ടല്ലോ, മക്കൾക്ക് കൊടുത്താൽ മതി, അല്ലെ വിൽക്കാൻ വേണ്ടിയല്ലേ ഞാനെടുക്കും. ഇങ്ങനെ തരികിട തട്ടാമുടിയൊക്കെ പറയും ദൈവത്തോട്, ഇതിൽ സ്ഥലം എടുക്കും. അപ്പം തന്നെ നിൻ്റെ കാര്യത്തോട് തീരുമാനമാകും. എന്താ കാര്യം? നീ ഒരു വചനം പറഞ്ഞാലും നിൻ്റെ താല്പര്യം അനുസരിച്ചുകൊണ്ട് നിൻ്റെ ലാഭം നോക്കിയും നീ അത് വളച്ചൊടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കും. അങ്ങനെ ഒരിക്കൽ നിരാകരിച്ചാൽ പിന്നെ വചനത്തോട് സംസാരിക്കത്തില്ല. വചനത്തെ സംസാരിക്കേണ്ട ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ തന്നെ ഈ വചനം തുറന്നു നോക്കി തന്നെയും വചനം എടുപ്പിച്ചും തന്നെ ജീവിക്കണത് എത്രയോ വർഷങ്ങളായി. ഷാർപ്പ് ഷൂട്ടാണ്, കറക്റ്റ്. 2+2 4 പറയത്തുള്ളൂ, അല്ലാതെ 4.1 ഒന്നും പറയത്തില്ല. ദൈവം ഇൻട്രാക്ട് ചെയ്യണമല്ല, എൻ്റെ മീഡിയം അതാണ്. എല്ലാ സമയത്തുമൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നിഴല് പോലെ ഇങ്ങനെ ദൈവം സഞ്ചരിക്കും. ഉടമ്പടി പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല. കാര്യം മറ്റേത് പ്രാർത്ഥന നോക്കിയാലും ഉടമ്പടി 10 പേരെടുത്താൽ അവർ സത്യസന്ധരാണെങ്കിൽ 10 പേരുടെ കൂടെയും ദൈവം സഞ്ചരിക്കും. സ്വപ്നം, ദർശനമെങ്കിൽ ദർശനം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോൾ സാക്ഷ്യം പറഞ്ഞു, ദൈവമേ നീ എന്നെ കൈവിട്ട, ഞാൻ പാപ്പരായല്ല എന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കണ ആ സമയത്ത് തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുമ്പിൽ 16 നൂറുകണക്കിന് മെഴുകുതിരി കത്തിക്കണ മാതാവിൻ്റെ ഫണ്ട് വശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കടിക്കണ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ മണമുണ്ട്. അതെന്നെ പാസ് ചെയ്ത് പോയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ കൈവിട്ടിട്ടില്ല, അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അതായത് ഇപ്പം ഞാൻ തന്നെ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അമേരിക്കൻ ധ്യാനം വന്നു. അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി വിസ ഇൻ്റർവ്യൂ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ 160 ഫോം കാണാനില്ല പോയി. അപ്പോൾ ഞാനവിടെ അത് പോയാൽ പിന്നെ ഇൻ്റർവ്യൂ നടക്കത്തില്ല. ഞാനവിടെ നിന്ന് കൂളായിട്ട് ജവമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരയാൾ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബയോമെട്രിയുടെ പേപ്പർ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൂടാതെ നിൽക്കുകയാണ്. ഞാൻ കൂടെ നിൽക്കുകയാണ്. സാർ എൻ്റെ ഉണ്ടായിരുന്നതാണ്, 25 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹോട്ടൽ, വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം, പക്ഷേ ഇവിടെ എൻ്റെ രേഖകൾ കാണുമല്ലോ, സാർ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിൽക്കണം. നിൽക്കുമ്പോൾ ഞാനോടത്ത് ഈശോ ഇതിൻ്റെ അകത്ത് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിച്ചു. കേസ് അപ്പോൾ എന്നിട്ട് അവസാനം ഈ മനുഷ്യന് ഒരു അറിവ് തോന്നിയിട്ട് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൂടി എന്നെ കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ നടക്കി. ഞാൻ ചെല്ലുമ്പോൾ പല കൗണ്ടേഴ്സാണ്.
കൗണ്ട് ചെയ്യുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞ് നീ കൗണ്ടറിൻ്റെ എണ്ണം നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എണ്ണം നോക്കിയപ്പോൾ നമ്പർ 6 ആണ്. അപ്പം ഇറ്റ്സ് ഓക്കെ, ഇനി പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടല്ലോ, അത് മതി. നമ്പർ 6 ആരുടെ നമ്പരാ? അമ്മയുടെ നമ്പരാ. അത് നിങ്ങളെപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എല്ലാ സമയത്തും ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ഒരു ഇട്ടിവെട്ട് സംഭവമാണ്. അത് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ മറ്റേതെന്ത് ഇത് ഗ്യാരണ്ടീഡ് അല്ലേ? കാര്യം ദൈവം വാഗ്ദാനം ചെയ്ത അതേ ഫോർമുല നമ്മൾ കണിശവും കൃത്യവുമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിൽ നടത്തുമ്പോൾ നീ കറക്റ്റ് ദൈവപൈതലായിട്ട് മാറുകയല്ലേ. അപ്പോൾ ആ ദൈവപൈതലായിട്ട് മാറണ സമയത്ത് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. അതുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾ നീ ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ആൾക്കാരോട് പറയുവേ, ഈ ദൈവം വരുന്ന ദേശീയപാതയാണ്. ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവവും നമ്മളുടെ ബന്ധം പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേ നിന്ന് മാറിയിട്ട് ദേശീയപാതയായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതിനെ. ഇപ്പോൾ ദേശീയപാത എന്താ സംഭവിക്കണത്? ദേശീയപാത ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണ വേറെ ദീർഘദൂര പാതയാണ്. അവരെന്ത് ചെയ്യും? ആ ദീർഘദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി സേഫാകാൻ ഇടയ്ക്ക് പട്ടി ചാടി വീഴുക, കഴുത പശു വന്ന് കയറുക. വടക്കേട്ടിലൊക്കെ ചെല്ലുമ്പോൾ പശുവാണ് നേരെ റോഡിൽ കൂടി നടക്കണം മുഴുവനും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓട്ടോറിക്ഷയും ആൾക്കാരും സൈക്കിൾ റിക്ഷയും ഇതിൻ്റെയൊക്കെ കാറും പശുവും എല്ലാം കൂടി നടക്കണുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഞാൻ പോയി. അപ്പോൾ അവിടെ എല്ലാം ഇത് തന്നെ അവസ്ഥ. അപ്പോൾ അവിടെ അതായത് ഇതുപോലെയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് എല്ലാവരും കയറി നിരങ്ങണ ഒരു റോഡല്ല ദൂരയാത്രയ്ക്ക് ഉപയോഗിക്കണത്. അത് 2 സ്ഥലത്തും മതിൽ കെട്ടിയിട്ട് ദൂരയാത്രക്കാരെ മാത്രം സേഫ് ചെയ്യാൻ, ലോക്കലായിട്ടുള്ള ചെറിയ ദൂരത്തിൽ പോണവർക്കെല്ലാം സർവീസ് റോഡ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു ദീർഘദൂര യാത്രയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയേക്കണം. പട്ടി പശു കഴുത ആവശ്യമില്ലാത്തൊക്കെ പോയി നിരങ്ങരുത്. എല്ലാത്തിടത്തും പോയി വാർത്തലൊക്കെ പിടിക്കരുത്. അതിന് ഇപ്പോൾ കൃപാസനത്തിൽ എനിക്കൊരു പോളിസിയുണ്ട്. കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം കുറഞ്ഞാൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ള അനുഭവങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു കറക്ഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. ആ ചാപ്റ്റർ അടച്ച് ക്ലോസ് ചെയ്യും. ഒന്നെങ്കിൽ അയാളെ ഞാൻ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ ഈ കൃപാസനത്തിലുള്ള ഓരോ കൗണ്ടറിലൊക്കെ ഓരോ ആൾക്കാർ ഇരിപ്പില്ലേ, ആ കൗണ്ടറിലുള്ള അവരുടെ ജോലി ഞാൻ ക്ലോസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. എന്താ കാര്യം? അതൊക്കെ ലോക്കൽ പരിപാടികളാണ്. നമുക്ക് ആ ലക്ഷ്യങ്ങളില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നിത്യതയ്ക്കുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ ആ നാത്തിനുമായിട്ട് ഇടിവെച്ച്, അമ്മായിയമ്മയുമായിട്ട് ഇടിവെച്ച്, മരുമകളുമായിട്ട് ഇടിവെച്ച്, പിന്നെ ഓരോ കാര്യത്തിനും കയറി നിങ്ങൾ കെട്ടുപിണഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതിൽ കെട്ടി തിരിച്ചിട്ട് കഴുതയും പശുവൊക്കെ പോകാൻ വേണ്ടി സർവീസ് റോഡ് വെച്ചേക്കണം. അത് നിങ്ങൾ നിത്യതയിലേക്ക് പോണ വഴിയാണ്. നിത്യതയിലേക്കുള്ള വഴിയിൽ നല്ല ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാക്കരുത്. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ ആവശ്യമില്ലാത്ത വണ്ടി പോയി തലയിടരുതെന്നാണ് ഈ പറഞ്ഞതിന് വെച്ചാൽ. ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദി ഹാവ് നോ ഐഡിയ. നിങ്ങൾ മൂളി കേൾക്കും, ചിലപ്പോൾ അവരോട് ചിലപ്പോൾ യെസ് ഓർ നോ പറയും, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത്. കാര്യം എന്താ? നിങ്ങൾ ഉടമ്പടിയിലാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുമായി ഉടമ്പടിയിലായിട്ടുള്ള നിത്യതയുടെ ദേശീയപാതയിൽ സഞ്ചരിക്കുന്ന എന്നെ ആ പാതയിലൂടെ നിത്യത വരെ സഞ്ചരിക്കുന്നതിന് പിൻപിടുത്തം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എനിക്ക് വിടുതൽ നൽകണം. ശ്രദ്ധിക്കട്ടെ. റീനോട് സർജൻ എന്താ പറയണത്? പൈസ റെഡിയാക്കി വെക്കണം. പിന്നെ എന്താണ്? എന്ത് കാഷ്വാലിറ്റിയും ഫേസ് ചെയ്യാൻ മനസ്സൊരുക്കം ഉണ്ടാകണം. അത്രേ ഉള്ളൂ. അപ്പോൾ റീനു പറയും, അത് കുഴപ്പമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചായിരുന്നു ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ നേരത്ത്. നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ ചോദിച്ചു, നിൻ്റെ സെലക്ഷനാണോ എൻ്റെ സെലക്ഷനാണോ പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ ഹാപ്പിയായി. ഞാൻ ഹാപ്പിയായി. എന്തൊക്കെയാണ്? ഈ മനുഷ്യന് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതാണ് ക്രിസ്തുവിനെ കക്ഷി ചേർക്കണം. കണ്ടില്ലേ? ഓരോ മനുഷ്യന്മാർ വളരണത്. അവർക്കൊരു 10-26 വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞു കണ്ടിട്ട്
പക്ഷേ ഇട്ടിക്കൂടെ വർത്തമാനം പറയണത് 10-76 കൊല്ലം ഇവിടെ ജീവിച്ചതിൻ്റെ ആധ്യാത്മിക അനുഭവം. ആധ്യാത്മിക അനുഭവത്തിൽ റീനു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. അനുഭവിച്ച് വാക്കിൻ്റെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണം. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന്. ഓരോ അനുഭവങ്ങളും ഭയങ്കര സംഭവമല്ലേ. അതായത് റിനു ഹാപ്പിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സർജൻ ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കാര്യം റിനു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിടത്തില്ല. ഇതാണ് ഇത് എല്ലാവർക്കും ഉള്ള അനുഭവമാണ്, എല്ലാവർക്കും ഉണ്ടാകേണ്ട അനുഭവമാണ്. എന്താണ്? ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അത് ബൈബിളിൻ്റെ I will not abandon you at any cost എന്ന് പറയത്തില്ലേ? 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അതിൻ്റെ വചനം. അതാണ് ഈ റീനു പറയണത്. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താ സത്യം? അവിടുന്ന് എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന്. എന്താ ഇങ്ങനെ പറഞ്ഞാറേ? ഇങ്ങനെ പറയാൻ കാരണം ഇവളുടെ ഭർത്താവിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ ധമനിയിൽ ഒരു വെജിറ്റേഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ബ്ലഡ് ബ്ലോക്ക് ചെയ്യും, ഹൃദയം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ 1 by 1 ആയിട്ട് ഈ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോയ രോഗമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഹൃദയത്തിന് വാൽവിൻ്റെ ഉള്ളിലൊരു വെജിറ്റേഷൻ, പൂപ്പൽ ഇങ്ങനെ കൾച്ചർ ചെയ്ത് വരികയും അത് വളർന്ന് വരികയും അത് വളർന്നു വരുന്നതനുസരിച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആശുപത്രി ചാപ്പലിൽ കയറിയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു കർത്താവിൻ്റെ. അപ്പം ചാപ്പലിൽ മുഴുവൻ ലൈറ്റ് ഓഫായി കിടക്കിയിരുന്നു. ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങനെ പറയാൻ കാരണമുണ്ട്. അവളുടെ അമ്മ ഒരിക്കൽ അവളോട് പറഞ്ഞു, കൃപാസനം പത്രം കാണിച്ചു കൊടുക്കും. എടി ഇത് കണ്ടേടി, ഈ പത്രാധിപെക്കുറിച്ച് ഈ പ്രാവശ്യം അച്ഛനെ എഴുതിയിരിക്കണ വായിച്ചേ. മോസസ് ഈജിപ്തിൽ ഫറവോൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാനത് വ്യാഖ്യാനിച്ച് പറഞ്ഞു നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന്. അവളിപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയനാളിക്ക് പൂപ്പലടിച്ചപ്പോൾ സർജൻ ഹൃദയം ഓപ്പറേഷൻ ചെയ്യണം, അത് കാഷ്വാലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന്. അപ്പോൾ ആ ഇരുട്ടത് ചാപ്പലിൽ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഈ വെജിറ്റേഷൻ അത് ഓപ്പറേഷന് വേണ്ടി സർജൻ നിർബന്ധിക്കുമ്പോൾ ഇത് എന്ത് കാഴ്ചയാണ് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഭർത്താവ് തന്നെ അവൾ പറയും ഞാൻ ഇനി അമ്മയുടെ അടുത്തുനിന്ന് പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഭർത്താവ് റോജിൻ ചോദിക്കും റിനു നിനക്ക് ഇപ്പം പോകണോ? എന്താണ് എൻ്റെ അവസ്ഥ മോശമാണ്, ചിലപ്പോൾ നീ വരുമ്പോൾ ഞാൻ ഉണ്ടായില്ലെന്ന് വരും. ആ ചോദ്യം കേൾക്കുന്നത് നമ്മളെ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവൾ പറയും ഞാൻ ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ സമയമായില്ലേ, ഇനി ഞാൻ അമ്മയെടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. അമ്മയെടുത്ത് വരാൻ പോകുമ്പോൾ ഭർത്താവ് തേങ്ങും, റീനു നിനക്ക് ഇപ്പം പോകണോ എന്ന് ചോദിക്കും. അപ്പോൾ റീനു പറഞ്ഞ ഉത്തരവുണ്ട്, റോജിൻ ഞാൻ എപ്പോഴെങ്കിലും പോയപ്പോൾ നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷം വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ എന്നാൽ നീ പോകാൻ പറയും. ഇവൾ പോയിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ ഈ വെജിറ്റേഷൻ കാണാനില്ലെന്ന് ഡോക്ടർ പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് റിന്യൂ പറയേണ്ടത്. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഞാൻ അനുഭവിച്ച്
വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ്? എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് വളരേണ്ട സത്യമാണ്. ഈ ഉടമ്പടി നിന്നോട് പറഞ്ഞ എന്താ? ഉടമ്പടി ആക്കിയതിൻ്റെ കാര്യം എന്താണ്? ബയലാറ്ററൽ എഗ്രിമെൻറ്റിലൂടെ നിൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ നിന്നെ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ചല്ലേ ഇനി യാത്ര വരണ ദൈവമായിട്ട്. ആ ഒരുമിച്ച് യാത്രയാകാൻ വേണ്ടിയാണ് നിങ്ങളോട് പല സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണത്. പിടികിട്ടിയാ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർക്ക് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണ ഒരു ആംബിയൻസ്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ടാണ് ഈ റിന്യൂ പറയവേ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരണത്തോട് നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിന് പറയും, കർത്താവേ, കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നിൻ്റെ സെലക്ഷനാണോ എന്ന്. അപ്പോൾ നീ പറഞ്ഞില്ലേ നിൻ്റെ പദ്ധതിയാണെന്ന്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, എന്തെങ്കിലും വന്നാൽ നീ നോക്കിക്കൊള്ളുമല്ല. എന്നിട്ട് ഇന്നും അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയുണ്ട്. വൺസ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാവുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ എല്ലാ വിഷയത്തിലും നമുക്കൊരു ഇഷ്ടമുണ്ടാകും. കാര്യം അതെല്ലാം കമ്പാരിറ്റീവായിട്ടുള്ള ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ ഓരോ കാര്യം കണ്ടിട്ടാണ് നമ്മൾ അതുപോലെയൊക്കെ ആകാൻ വേണ്ടി ശ്വാസം പിടിച്ച് നടക്കുന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നല്ല. അല്ല, എല്ലാവരെയും കുറിച്ചുള്ള പദ്ധതിയും ഒരു കളക്റ്റീവായിട്ടുള്ള പദ്ധതിയല്ല, ഒരു പേഴ്സണലായിട്ടുള്ള പ്രോജക്റ്റാണ്, ഒരു കളക്റ്റീവ് പ്രോജക്റ്റ് അല്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിൻ്റെ അനിയത്തിക്കുള്ള പദ്ധതി ആയിരിക്കത്തില്ല നിനക്കുണ്ട പദ്ധതി. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അനിയത്തിക്ക് എന്താ ഒരു കുഴപ്പമില്ല, നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, നീ ചേടുത്തിയാണ്. അനിയത്തി ഒരുത്തന്നെ അവൾക്ക് 19 വയസ്സായപ്പോൾ തന്നെ അവൾ ലൈനടിച്ച് കല്യാണം കഴിച്ചു. അവൾ ആ കൊല്ലം തന്നെ പ്രഗ്നൻ്റായി. ഇപ്പോൾ എന്താ നീ എന്ത് പറ്റി? നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, പ്രഗ്നൻ്റ് വരെ, നീ ചേടുത്തിയാണ്. നീ എന്ന കുഞ്ഞുനാൾ തൊട്ട് മാതാവിൻ്റെ ദൈവത്തിന് മാറാതെ നടക്കുന്ന ആളാണ്. കണ്ടില്ലേ അനുഭവങ്ങൾ? എന്തെങ്കിലും ദൈവത്തിൽ നേടിയെടുക്കാനുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നീ ദൈവത്തെ ലക്ഷ്യം വെച്ചാൽ ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കും. എന്താ കാര്യം? ദൈവത്തിൻ്റെ പദ്ധതി, ചേടത്തിക്കൊരു പദ്ധതി ഉണ്ടാകും, അനിയത്തിക്ക് പദ്ധതി വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയണത് 29:11 എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടല്ല, നിങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ മൊത്തം പദ്ധതി ഉണ്ടെന്നല്ല. ചില പദ്ധതികൾ പേഴ്സണലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അത് ദൈവവും ഞാനും തമ്മിലുള്ള നിത്യരക്ഷയെ അവലംബമാക്കുന്ന ദൈവത്തിന്റെ സ്വകാര്യ സ്നേഹത്തിന്റെ പദ്ധതിയാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കണേ. അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ഇതുപോലുള്ളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയണത്, നമ്മുടെ അപേക്ഷയും ആവശ്യവും ചില സമയത്ത് രണ്ടായിരിക്കും. അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, ജംഗ്ഷൻ എന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നറിയാൻ പല തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ നമ്മളുടെ അപേക്ഷ വേറെ ആവശ്യം വേറെ ആയിരിക്കും. നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങളോട്. നമ്മുടെ ഈ പത്രോസില്ലേ, പത്രോസ് സുമന്ദ്ര ദേവാലയത്തിലോട്ട് പോകുന്ന ഒരു സംഭവം ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുടന്തൻ അവിടെ കുത്തിയിരിപ്പുണ്ട് അല്ലേ? ആ മുടന്തൻ എന്താ ചെയ്യണത്? മുടന്തൻ പത്രോസിനെ കാണുമ്പോൾ കൈ നീട്ടും. എന്തിനാണ് കൈ നീട്ടണത്? അയാളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് ഓർത്തിട്ടാണ് കൈ നീട്ടണം. മുടന്തൻ്റെ ആവശ്യം എന്താ? മുടന്തൻ്റെ അപേക്ഷ എന്താ? വല്ലതും ഒരു തുട്ട് കിട്ടുക അല്ലേ, 10-12 രൂപ കിട്ടുക എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം. പക്ഷേ പത്രോസ് വിവേചിക്കണേ എന്താണ്? ആവശ്യമല്ല, പിന്നെന്താണ്? അല്ല, അപേക്ഷ അല്ല, പിന്നെന്താണ്?
ആവശ്യമാണ്. അവൻ്റെ ആവശ്യം എന്താണ്? ഇവൻ്റെ ആവശ്യം മുടന്ത് മാറ്റുകയാണ്. ഇത് തന്നെ ഈ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ 3:5 എടുത്തേ, നടപടി പുസ്തകം. നടപടി 3:5. ആ, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞ് അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ആവശ്യം. എന്താണ്? അവൻ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് അവിടെ ഉണ്ട്. അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവന് വല്ലതും ഒരു 2 വെള്ളിത്തുട്ട് കൊടുത്തെങ്കിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല, അവനും 10 ദിവസം അറിയത്തുള്ളൂ. അവൻ എഴുന്നേൽപ്പിച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നാട്ടുകാരെല്ലാം പറഞ്ഞു, എടാ ഇവനല്ലേ ആ സുന്ദര കവാടത്തിൽ ഇരുന്നുകൊണ്ട് തെണ്ടിക്കൊണ്ടിരുന്ന ആൾ, ഇവൻ്റെ കാലിപ്പോൾ സുഖപ്പെട്ടല്ലേ. ആരാണ് സുഖപ്പെട്ടിയത്? അത് യേശു. കണ്ടാ, സുവിശേഷം പോണ കണ്ടില്ലേ, സുവിശേഷം പ്രചരിക്കണ കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ അകത്ത് ഗുഡ്നസ് എന്ന് പറയണത്. നമ്മുടെ അപേക്ഷ മാത്രമാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ദൈവം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അല്ല. അതിങ്ങനെ പഠിക്കണം. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? യേശു ക്രിസ്തുവിനെ ചർച്ചാ വിഷയമാക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ പിടികിട്ടില്ല ഞങ്ങളെ. അതാണ് അവർ പറഞ്ഞത്. അവൻ അപേക്ഷിച്ചു. അപ്പോൾ പത്രോസ് അവൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. മറിച്ച് എന്താണ്? അവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ ഇല്ല. നീ ചോദിച്ചത് പൊന്നെന്ന് പറയുന്നത് റോമൻ നാണയമാണ്, വെള്ളി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നാണയമാണ്. അപ്പോൾ റോമാക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല, ഇസ്രായേൽക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല, എൻ്റെ മനസ്സിലെ കാലിയാണ്. പക്ഷേ എനിക്ക് വേറെ ഒരു സ്വത്തുണ്ട്. അതെന്താണ്? ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നസ്രായന, യേശുവിൻ്റെ നാമം. ഇത് ഞാൻ പഠിച്ചത് വെറുതെ പഠിച്ചതല്ല. അവനെ അകലക്കുടിയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലത്ത് അകലക്കുടിയാണെങ്കിൽ അനുഗമിച്ചുകൊണ്ട് ഞാൻ പഠിച്ചതാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, എൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ പല പരിത്യാഗങ്ങളിലൂടെ ഞാൻ അവൻ്റെ കൂടെ പോയി പഠിച്ചെടുത്തതാണ്. ഇപ്പം അവനാണ് എൻ്റെ ഉള്ളിൽ, അതാണ് എൻ്റെ സ്വത്ത്. റോമാക്കാരൻ്റെ പൊന്നു നാണയമല്ല, ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ വെള്ളി നാണയമല്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ്. അവരെ കണ്ടവരെല്ലാം പറഞ്ഞു, ഇവനല്ലേ അവിടെ സുന്ദര കവാടത്തിൽ എത്ര വർഷമായി അവിടെ കുത്തിയിരുന്ന് തെണ്ടിയത്. ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിച്ചു. അവനെ കർത്താവ് സുഖപ്പെടുത്തി. എൻ്റെ ദൈവത്തിലെ നിൻ്റെ അപേക്ഷകളെക്കാളും നിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷിയാകാൻ നീ തയ്യാറായാൽ നിന്റെ ഉടമ്പടി ഇന്ന് ക്രാക്കാകും. കൈയടിക്കട്ടെ, ശ്രുതികടാലേ. എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമത്തിന്റെ ആശ്രയം, ആശ്രയിച്ച നേരം എന്റെ ആശ്വാസം. നിന്നചരമാരി തൂക്കണേ, എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ക്രിസ്തു ഉടന്തനായ മനുഷ്യൻ്റെ സൗഖ്യത്തിലൂടെ ക്രിസ്തുവിനെ എല്ലാവരും അറിയാവുന്ന രീതിയിലാണ് ദൈവം എല്ലാം ക്രമീകരിക്കുന്നത്. അല്ല, നിൻ്റെ സ്വകാര്യമായൊരു വിഷയം സ്വകാര്യമായി പരിഗണിക്കുകയല്ല. നിൻ്റെ അപേക്ഷയേക്കാൾ ഉപരി നിൻ്റെ ആവശ്യത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 6:33 പറയണത്, നിൻ്റെ ആവശ്യം എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നീ ആദ്യം ദൈവരാജ്യവും
അതിന് നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം, നിൻ്റെ ആവശ്യങ്ങളെല്ലാം, നിന്റെ അപേക്ഷകളെല്ലാം ദൈവം ചേർത്ത് നൽകുന്നതാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശം ഓഹരിയുമാകുന്ന മക്കൾ, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം, എവിടെ വെച്ചെല്ലാം, ഏതെല്ലാം കാലങ്ങളിൽ ആരെല്ലാം കേൾക്കുന്നുവോ അവിടെ വരെല്ലാം ദൈവത്തിൻ്റെ കൃപ ശക്തിയായി ഒഴുകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പിന്നെ മക്കളെ, വളരെ ദൈവത്തിൻ്റെ കൃപ, ശക്തി, വിടുതൽ, സൗഖ്യമൊക്കെ കരഞ്ഞടിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഹൃദയത്തെ സന്തോഷിക്കണം. വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കലർത്തിക്കൊണ്ട് അവരുടെ കെടുരക്തത്തിൽ നിന്ന് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് ത്വക്ക് രോഗങ്ങളിൽ നിന്ന്, മറ്റു രോഗങ്ങളിൽ നിന്ന്, മാംസത്തിൻ്റെ ചൊറിഞ്ഞു പൊട്ടകളിൽ നിന്ന് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രോഗസൗഖ്യ സന്ദേശം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ മുടന്തനെ പോലെ ക്രിസ്തുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ, അവനെ നേരത്തെ അറിയാമായിരുന്നവനെ, അവന് സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിയുമ്പോൾ ജനങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവമേ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണങ്ങളാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, മുതുക് രോഗികളെ ഇപ്പം അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. പിൻകഴുത്തിന് താഴെ നീര് കെട്ടിക്കിടക്കുന്നവരെയും നീരിറങ്ങിപ്പോകാതിരിക്കുന്നവരെയും അതുകൊണ്ട് ശരീരം ചൂടായിരിക്കുന്നവരെയും അവർക്ക് ഉറങ്ങാൻ പറ്റാത്തവരെയും ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമേ. കർത്താവ് ശരീരത്തിന് മുഴകളുള്ളവരെ, സിസ്റ്റുള്ളവരെ, കർത്താവ് ഗ്രോത്ത് ഉള്ളവരെ നീ സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ സിസ്റ്റുകളും ഗ്രോത്തുകളും മുഴകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കക്ഷത്തിനും മടക്കുകളിലും കാലിനും മടക്കുകളിലും ചൊറിഞ്ഞു പൊട്ടുകയും അത് അലർജിയാവുകയും വെള്ള പാണ്ടാടെ മാറുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നിന്റെ തിരുമുറിവാർന്ന് അണിപ്പഴുതാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണ് സന്ധ്യബന്ധങ്ങളിൽ കർത്താവിനത്വം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിനത്വം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിനത്വം നിറയട്ടെ. എല്ലാ രോഗങ്ങളും മാരക രോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവ് 1 Corinthians 1:4 പ്രാർത്ഥിക്കുന്നു. ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രാവൽസ്. എല്ലാ തരത്തിലുള്ള ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കും കർത്താവേ. കർത്താവ് ഓരോ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ കർത്താവേ അങ്ങ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മയെ പരിശുദ്ധമ്മ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക. പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണത്തിനായി ആയിരക്കണക്കിന് ആരാധന നടത്തിയ ആരാധന സന്നിധാനത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തെ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവർ, വഴിയില്ലാത്തവരെ, ഇൻ്റർവ്യൂവിന് തോറ്റവരെ, പരീക്ഷയിൽ തോറ്റവരെ, ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നവരെ, അല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ ജോലി പ്രതീക്ഷിക്കുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയവർ, വിദേശത്ത് ജയിലിലായവർ, നാട്ടിൽ ജയിലിലായവർ, എല്ലാം വ്യത്യസ്തമായ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, വിവാഹം മോചനത്തിനുമുള്ള കേസ് കൊടുത്തിരിക്കുന്നവർ, ഒന്നിച്ച് താമസം വീണ്ടും ആഗ്രഹിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ കരുണ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ
മക്കളില്ലാത്തവർ നീ ആശീർവദിക്കണമേ. വിവാഹം ഒത്തുവരാത്തവർ നീ ആശീർവദിക്കണമേ. ഭവനങ്ങളില്ലാത്തവർ നീ ആശീർവദിക്കണമേ. കേസ് അകപ്പെട്ടിരിക്കുന്നവർ നീ ആശീർവദിക്കണമേ. പലതരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങളിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ നീ ആശീർവദിക്കണമേ. ജപ്തിയും അതുപോലെ തന്നെ സ്ഥലം വിൽക്കാനുള്ളവർ, അതുപോലെ തന്നെ ആധ്യാത്മികമായ തകർച്ച വന്നവർ, ആധ്യാത്മികമായ പാപകരമായ ജീവിത അവസ്ഥകളിൽ കുടുങ്ങിപ്പോയവർ, എല്ലാ മാരക പാപങ്ങളും ജീവിത സാഹചര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവർ ആകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. നാഥ വരണമേ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. സന്തോഷത്തോടെ മുട്ട നിൽക്കുക, കരയൊന്നും വേണ്ട. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ബലമായി, പ്രാർത്ഥനയുടെ ഭാഗമായി ഉടമ്പടി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കരയാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നീ കറക്റ്റ് റൈറ്റായിട്ടുള്ള സ്ഥലത്താണ് നീ വന്നിരിക്കണമെന്ന് ആദ്യം ഓർക്കണം. വിത്ത് റൈറ്റ് ഇൻറ്റൻഷൻ. ദൈവം അത് നിന്നെ മാനിക്കും. നിൻ്റെ നിയോഗങ്ങളെ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു. എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കാൻ പോകുന്നു. പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. ആവർത്തിച്ച് പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. വീണ്ടും പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. ഇന്ന് ഇത്രയും വളരെ ഫെസ്റ്റിവലായിട്ടുള്ള ദിവസമാണ്. ആ ഫെസ്റ്റിവലും കാർണിവലും ഒന്നും നോക്കാതെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം വലുത് തന്നെയാണ്. ദൈവം തീർച്ചയായിട്ടും മാനിക്കും. കർത്താവിനെ തന്നെ നോക്കുക. കർത്താവ്, അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന മക്കള് മുടന്തം പത്വത്തിനെ സൂക്ഷിച്ച് നോക്കിയ പോലെ അങ്ങയെ സൂക്ഷിച്ച് നോക്കുകയാണ്. അങ്ങയുടെ നാമത്താൽ അവരെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. അവർ നിനക്ക് സാക്ഷികളായ സന്തോഷത്തോടെ ഈ സാക്ഷി കൂടാരത്തിൽ വന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ ലോകത്തോട് വിളിച്ചു പറയുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും അവരുടെ സങ്കടങ്ങളെ, കണ്ണുനീരിൻ്റെ രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നിമിഷം നീങ്ങിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ എൻ്റെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കൽപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ സ്വയത്തെ ഉപേക്ഷിച്ച് നിന്റെ ഹിതം മാത്രം
മാത്രം തേടി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലെയായി നിന്നെ അനുഗമിച്ച പത്രോസിന് അവസാന നിമിഷം വരെ സ്വർഗീയ വെളിപാടുകൾ നൽകി ഈശോയെ നിന്റെ സഭ പടുത്തുയർത്തിയ ആ വലിയ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളെയും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,